ഹലോ നമസ്കാരം. 6 കിടിലൻ തുടർ വിജയങ്ങളുടെ പകിട്ടുമായി എലിമിനേറ്റർ പോരാട്ടത്തിനിറങ്ങിയ RCBയെ 4 വിക്കറ്റിന് തകർത്തിരിക്കുകയാണ് നമ്മുടെ മലയാളി നായകൻ സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ്. അങ്ങനെ ഇതാ RR രണ്ടാം ക്വാളിഫയർ പോരാട്ടത്തിലേക്കുള്ള യോഗ്യത നേടുകയും ചെയ്തിരിക്കുന്നു. RCB ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് ഉയർത്തിയ 173 റൺസ് വിജയലക്ഷ്യം 6 വിക്കറ്റ് നഷ്ടത്തിൽ ഒരു ഓവർ ബാക്കി നിർത്തിക്കൊണ്ടാണ് രാജസ്ഥാൻ റോയൽസ് മറികടക്കുന്നത്. യശസ്വി ജയ്സ്വാൾ 30 പന്തുകളിൽ 45 റൺസ് എടുത്ത് ടോപ്പ് സ്കോറായപ്പോൾ റിയാൻ പരാഗ് 26 പന്തിൽ 36 റൺസ് എടുത്തുള്ള ഒരു നിർണായക സംഭാവന തന്നെയാണ് നൽകിയത്. അതേപോലെ ഹെറ്റ്മെയർ 14 പന്തിൽ 26 റൺസും അടിച്ചു കൂട്ടിയിട്ടുണ്ട്. എന്തായാലും 8 പന്തിൽ 16 റൺസുമായി റോമാൻ പവലും പുറത്താവാതിരുന്നപ്പോൾ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ 13 പന്തിൽ 17 റൺസ് എടുത്ത് പുറത്താവുകയായിരുന്നു. RCBക്കായി മുഹമ്മദ് സിറാജ് 2 വിക്കറ്റ് എടുത്തപ്പോൾ ലോക്കി ഫെർഗ്യൂസണും കാമറൂൺ ഗ്രീനും ഓരോ വിക്കറ്റുകളും എടുത്തു. എന്തായാലും ഇനി വെള്ളിയാഴ്ച ചെന്നൈയിൽ നടക്കുന്ന രണ്ടാമത്തെ ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസ് SRHനെ നേരിടും. See you again in ചെന്നൈ. എന്തായാലും പവർ പ്ലേയിൽ അവസാന ഓവറിൽ കാഡ്മോർ 15 പന്തിൽ 20 റൺസ് എടുത്ത് ലോക്കി ഫെർഗ്യൂസിന് മുമ്പിൽ വീഴുകയായിരുന്നു. സ്വപ്നിൽ സിംഗിനെ 6 അടിച്ചുകൊണ്ട് തുടങ്ങിയ സഞ്ജു സാംസൺ യശസ്വി ജയ്സ്വാളിനെ ചേർത്ത് പിടിച്ച് രാജസ്ഥാൻ റോയൽസിനെ അനായാസം ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന സമയത്താണ് കാമറൂൺ ഗ്രീനിന്റെ പന്തിൽ യശസ്വി ജയ്സ്വാൾ പുറത്താവുന്നത്. 30 പന്തുകളിൽ 45 റൺസ് എടുത്ത ജയ്സ്വാൾ മടങ്ങിയതിന് പിന്നാലെ തൊട്ടടുത്ത പന്തിൽ തന്നെ സഞ്ജു സാംസണും വീഴുകയായിരുന്നു. അതെ, കരൺ ശർമ്മയെ ഫ്രണ്ട് ഫൂട്ടിലിറങ്ങി 6 അടിക്കാനുള്ള സഞ്ജുവിന്റെ ശ്രമം വൈഡ് ബോൾ എറിഞ്ഞ് കരൺ ശർമ്മ തടയുകയായിരുന്നു. ക്രീസി വിട്ടിറങ്ങിയ സഞ്ജുവിനെ ദിനേശ് കാർത്തിക് അപ്പോൾ തന്നെ അനായാസം സ്റ്റംപ് ചെയ്ത് പുറത്താക്കുകയും ചെയ്തു. 12ാം ഓവറിൽ സ്കോർ 100 കടക്കുന്നതിന് പിന്നാലെ വിരാട് കോഹ്ലിയുടെ ഒരു കിടിലൻ ഫീൽഡിംഗ് ബ്രില്യൻസിൽ ധ്രുവ് ജുറേലും റണ്ണൌട്ടായതും രാജസ്ഥാൻ റോയൽസിന് കനത്ത തിരിച്ചടിയാവുമെന്നൊക്കെ കരുതിയതാണ്. കാരണം തുടരെ വിക്കറ്റുകൾ നഷ്ടമാവുന്നു. അവസാന 5 ഓവറിൽ 57 റൺസ് വിജയിക്കാൻ വേണ്ടപ്പോൾ റിയാൻ പരാഗും ഷിംറോൺ ഹെറ്റ്മെയറും ചേർന്ന് അതുവരെ തകർത്തെറിഞ്ഞുകൊണ്ടിരുന്ന കാമറൂൺ ഗ്രീനെതിരെ തകർത്തടിച്ചുകൊണ്ട് RCBയുടെ പ്രതീക്ഷകൾ അസ്തമിപ്പിക്കുകയായിരുന്നു. വിജയത്തിനരികെ റിയാൻ പരാഗ് 26 പന്തിൽ 36 റൺസ് എടുത്ത് മടങ്ങുകയായിരുന്നു. ഷിംറോൺ ഹെറ്റ്മെയറും 14 പന്തിൽ 26 റൺസ് എടുത്ത് ഒരു നിർണായക സംഭാവന തന്നെ RRന് നൽകിക്കൊണ്ടാണ് മടങ്ങുന്നത്. ഇരുവരുടെയും വിക്കറ്റുകൾ മുഹമ്മദ് സിറാജാണ് വീഴ്ത്തുന്നത്. പിന്നീട് മറ്റൊരു കരീബിയൻ ശക്തിയുടെ പവർ ഹിറ്റിംഗ് ആണ് നമ്മൾ കാണുന്നത്. റോമാൻ പവൽ 8 പന്തിൽ 16 റൺസ് എടുത്ത് അദ്ദേഹം അശ്വിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാജസ്ഥാൻ റോയൽസിനെ വിജയലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. അതോടുകൂടി സഞ്ജു സാംസണും പിള്ളേർക്കും ഇനി ഫൈനലിലേക്ക് ഒരൊറ്റ വിജയം മാത്രം ബാക്കി നിൽക്കുന്നു. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.